ജോസ് കെ മാണിക്കെതിരായ വ്യക്തിഹത്യ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിക്കുന്നു. ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തെ തന്നെ കരുവാക്കി പരാജയ ഭീതി പൂണ്ട കാപ്പൻ ടീം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ നടന്ന അതിക്രമം ജോസ് കെ മാണിയുടെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു പാലാ MLA മാണി സി കാപ്പന്റെ PR ടീമിന്റെ ശ്രമം. കാപ്പന്റെ സന്തത സഹചാരിയും പാലക്കാടൻ ചേട്ടൻ എന്ന ഫേസ്ബുക്ക് പേജ് ജോസ് കെ മാണിക്കെതിരായുള്ള വിദ്വേഷ പ്രചാരണത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പഴയ കോൺഗ്രസ് നേതാവിന്റെ കൊച്ചുമകൻ പാലാ വൈബ് എന്ന പേജിലൂടെയാണ് പ്രചാരണം തുടങ്ങിയത്. ഇദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കോട്ടയം DCC പ്രസിഡന്റ് സുരേഷ് ഈ പ്രചാരണം ഏറ്റെടുത്ത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ പ്രചരണത്തിനായി കനകുലു ഏർപ്പെടുത്തിയ PR ടീമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേക്ക് അക്കൗണ്ടുകൾ വഴി ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. UDF സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത് ഏറ്റെടുത്തു. തെറ്റ് തിരിച്ചറിഞ്ഞ ചാണ്ടി ഉമ്മന്റെ വിശ്വസ്തനടക്കമുള്ളവർ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും നാട്ടകം സുരേഷ് അത് ചെയ്യാനോ വ്യാജ ആരോപണം ഉന്നയിച്ചതിന് ജോസ് കെ മാണിയോടും LDF നേതൃത്വത്തോടും ഖേദം പ്രകടിപ്പിക്കുവാനോ തയ്യാറായിട്ടില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാക്കൾ പള്ളി അധികൃതരുമായി സംസാരിച്ച ശേഷം പോലീസിൽ പരാതി നൽകിയതോടെ സത്യം പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമുള്ള മാനസിക രോഗിയായ ഒരാളാണ് ഇത് ചെയ്തത് എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പള്ളി അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം മദ്യപിച്ച് ലക്ക് കെട്ട ഒരാളാണ് ഇത് ചെയ്തതെന്നും ഇതിന്റെ പിന്നിൽ മറ്റുള്ള ഗൂഢാലോചനകൾ ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും പോലീസ് മേധാവി വ്യക്തമാക്കി. എന്നിരുന്നാലും ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാപ്പന്റെ PR ടീമിലെ അംഗങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ്. ജോസ് കെ മാണിയെയും LDFനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ പുതുപ്പള്ളിയിലെ CPM നേതൃത്വവും കേരള കോൺഗ്രസ് നേതൃത്വവും പോലീസിൽ പരാതി നൽകി. പള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു. പരാജയ ഭീതി പൂണ്ട കാപ്പനും കൂട്ടരും നടത്തുന്ന ഇത്തരം വ്യക്തിഹത്യാ ശ്രമങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ കാലയളവിൽ MLA എന്ന നിലയിൽ താങ്കൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് തേടേണ്ടത്, അല്ലാതെ എതിർപക്ഷത്തെ വ്യക്തിഹത്യ ചെയ്തല്ല എന്ന അഭിപ്രായമാണ് വോട്ടർമാരിൽ നിന്നും വ്യാപകമായി ഉയർന്നു വരുന്നത്.